LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ LDFിനോ പ്രത്യേകിച്ച് CPMനോ അത്ര വലിയ വെല്ലുവിളിയൊന്നും നേരിട്ടില്ല. കാരണം നിലവിലുള്ള സീറ്റുകളെല്ലാം നിലനിർത്തി. അതുകൊണ്ട് നേട്ടവും കോട്ടവും ഒന്നും അവർക്ക് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. പക്ഷേ നിലമ്പൂരിൽ അതല്ല സ്ഥിതി. കാരണം നിലമ്പൂരിൽ CPM സ്വതന്ത്രനായിരുന്ന PV അൻവർ CPMനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് MLA സ്ഥാനം രാജിവെച്ചു. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ പോയി നിൽക്കുന്നു. അവിടെ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ വഴിതെളിക്കുകയും ചെയ്തു. UDFിലേക്കുള്ള രംഗപ്രവേശം കാത്ത് PV അൻവറും നിൽക്കുകയാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാരണം CPMൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും എനിക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് CPMനെ കാണിച്ചു കൊടുക്കണം. പക്ഷേ ഈ നിലമ്പൂരില് PV അൻവർ ഇല്ലാതെ തന്നെ CPMന് ഒരു പ്രാഭവം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് CPMും രംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ CPMന്റെ കയ്യിൽ നിന്ന് തന്ത്രങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. UDFില് സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് തന്നെ ഒരു വലിയ കലഹത്തിൽ നിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തും ജോയിയുമാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥി ജോയിയാണ്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു പ്രത്യേക പാരമ്പര്യം തന്നെ ഉണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. മതേതര സ്വഭാവക്കാരനായ ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയാകാൻ യോഗ്യതയുള്ള ആളായിരുന്നു ആര്യാടൻ. അദ്ദേഹത്തിന്റെ മകനാണ് ഷൗക്കത്ത്. ഷൗക്കത്തിന് ആ മണ്ഡലത്തിൽ ഒരു 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 വേരുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഷൗക്കത്തിനെ അവിടെ നിന്നും മാറ്റി പട്ടാമ്പിയിലേക്ക് വിടാനുള്ള ഒരു ശ്രമമൊക്കെ മുൻപ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഷൗക്കത്ത് അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് 2026 വിജയം ഉണ്ടായി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. അടുത്ത UDF വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ കയറുകയും ചെയ്യാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഷൗക്കത്തിനുണ്ട്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടി തന്നെ ഷൗക്കത്ത് കൊടുക്കും. ഒന്നുകിൽ ഷൗക്കത്ത് UDF വിട്ടിറങ്ങി CPMലേക്ക് വരികയും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. കാരണം ഈ CPMകാർ ഇങ്ങനെ വല കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്, എപ്പോ വീഴും എന്ന് ചോദിച്ചുകൊണ്ടുള്ള മട്ടില്. അപ്പോൾ ഷൗക്കത്തിന് അത്തരത്തിൽ അവിടേക്കും കൂടി ഒരു നോട്ടമുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഷൗക്കത്തിന് നിലമ്പൂരിൽ നിന്ന് മാറാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ജോയിയും ഷൗക്കത്തും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക്, സ്ഥാനാർത്ഥി മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ CPM ആണെന്നുണ്ടെങ്കിൽ വരട്ടെ, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാമെന്നുള്ള മട്ടിലാണ് അവരുടെ പോക്ക്. കാരണം ആരാണ് UDFിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ടാകാം. ഇനിയും ഷൗക്കത്തിന് അവിടെ സീറ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പാലക്കാട്ട് സരിന് ഏറ്റെടുത്തതുപോലെ ഇവിടെ ഷൗക്കത്തിനെയും മറ്റൊരു സരിനാക്കാം എന്നുള്ള രീതിയിലാണ് CPM നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇവിടെ CPM അങ്ങനെ പലരെയും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നാലും തോമസ് മാത്യുവിന്റെ പേരും ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. പ്രൊഫസർ തോമസ് മാത്യു മുമ്പ് ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച ആളാണ്. മുഹമ്മദിനെതിരെ മത്സരിച്ച് അദ്ദേഹം വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ആളുമാണ്. അങ്ങനെയുള്ള തോമസ് മാത്യു 2 തവണ മത്സരിച്ചു. 2 തവണയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാത്രമല്ല നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള തോമസ് മാത്യുവിനും മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട്, ക്രൈസ്തവ വോട്ട് ലഭിക്കും എന്നുള്ളതുമാണ്. പിന്നെ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന CPM ഫോർമുല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അൻവറിനോടുള്ള മത്സരമാണ്. അതുകൊണ്ട് CPM ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ
തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ മൊത്ത ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന എം സ്വരാജിനെയാണ്. എം സ്വരാജിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. സ്വരാജ് 2016 തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. പഴയ പിന്നെ കെ ബാബുവിനെയാണ്, കോൺഗ്രസിലെ കെ ബാബുവിനെയാണ് പരാജയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് 2021 കെ ബാബു ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. നേരിയ വോട്ടിനാണ് വിജയിച്ചത്. കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം 16 പരാജയപ്പെട്ടുവെങ്കിലും മണ്ഡലം വിട്ടുപോയില്ല, അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ്. തിരിച്ച് പിടിക്കണം, സ്വരാജിന് മറുപടി കൊടുക്കണമെന്ന് തന്നെ കണക്ക് കൂട്ടി. അങ്ങനെ സ്വരാജിനെ ഇവിടെ നിർത്താനായിട്ട് പാർട്ടി ആലോചിക്കുന്നുണ്ട്. കാരണം നിലമ്പൂരുകാരനുമാണ്, വലിയൊരു സംഘടനാ ശേഷിയുള്ള ആളാണ്, മികച്ച നിയമസഭയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് പിടിച്ചെടുക്കുന്നതിലും വലിയ ബിരുദുള്ളവനാണ്, ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ. അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകമായിട്ട് CPM കാണുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്ത്രവും ഉപയോഗിക്കണം, ഉപയോഗിച്ചേ പറ്റൂ. തന്ത്രമല്ല, കുതന്ത്രങ്ങൾ തന്നെ സൃഷ്ടിക്കണം. ആ കുതന്ത്രങ്ങളിലൂടെ അൻവറിനെ വെട്ടിവീഴ്ത്തണം. കാരണം ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ ഒരു പിൻബലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു ശക്തി പകരുന്നതാണ്. മറിച്ച് ഒരു പരാജയം ആണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായിട്ട് കേരളം കാണും. ഇപ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് CPMന് നന്നായിട്ടറിയാം. പ്രതിപക്ഷം അത് വേണ്ട തരത്തിൽ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് സംശയം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു പാങ് അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ BJP എന്തായാലും ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധ നേടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു വോട്ട് വിഹിത വർധനവിനപ്പുറം രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ വോട്ട് വിഹിത വർധനവും ഉണ്ടാകുമെന്നുള്ളതാണ്. മലബാർ പ്രദേശങ്ങളിലെ വോട്ട് വിഹിത വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ മൊത്തത്തിൽ അനുകൂലമാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് BJPയും പോകുന്നത്. 2016 PV അൻവറിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 12,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 വന്നിട്ട് വെറും 2,700 വോട്ടുകൾക്ക് മാത്രമാണ് അൻവർ വിജയിച്ചത്. അതുകൊണ്ട് UDFന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്നവർ കാണുന്നുണ്ട്. പക്ഷേ ആദ്യം സ്ഥാനാർത്ഥി നിർണയം തർക്കമില്ലാത്ത രീതിയിൽ വരേണ്ടിയിരിക്കുന്നു. ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം UDFന് ഉണ്ടാക്കും. എന്തായാലും ഷൗക്കത്തിന് ആ മണ്ഡലത്തിൽ ഒരു വേരുണ്ട്. അതിലൂടെ ഷൗക്കത്ത് എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നുള്ളത് നോക്കണം, വ്യക്തിപരമായിട്ട് പോലും. ജോയിക്കുള്ളതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് ഷൗക്കത്തിനും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം സ്വരാജിനെയാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിലും അപ്പോൾ അതിശക്തമായ മത്സരം ഉണ്ടാകും. കാരണം സ്വരാജ് നിലമ്പൂരുകാരനാണ്. അത് CPMന്റെ ഒരു തുറുപ്പുചീട്ട് തന്നെയാണ് സ്വരാജിനെ ഇറക്കിക്കൊണ്ട് ഈ മണ്ഡലം പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിശക്തമായ മത്സരത്തിലേക്ക് പോകും. CPMന്റെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ പക്ക പരാജയത്തിലേക്കായിരിക്കും അത് പോകുന്നതെന്നുള്ളതും ഉറപ്പാണ്.